ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ അടുത്തൊരു ബോസൽ സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തിരയും കാര്യങ്ങളൊന്നുമില്ല. ഇത് പറയുവാണെങ്കിൽ ഒരു റിവർ പോലെയൊക്കെ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഏരിയയാണത്. നല്ല ചൂട് സമയത്ത്, അതായത് സമ്മർ സീസണിൽ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പോവാം. ഞങ്ങൾക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയിൽ ശരിക്കും നമുക്കിവിടെ സീ ഇല്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ റിവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. 35 മിനിറ്റേ ഉള്ളൂ ഞങ്ങളുടെ ഇവിടെ നിന്ന്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പോയായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഇപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പാണ് അങ്ങോട്ടേക്ക്. ഇതിപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 2-3 ദിവസമായിട്ട് ആക്ച്വലി, കാരണം എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളായതുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു അതുകൊണ്ട് ലേറ്റ് ആയതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച പിള്ളേർക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാറ്റർഡേ സൺഡേ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡേ ആഫ്റ്റർനൂണിൽ പോകാമെന്ന് വെച്ചു. ഫ്രൈഡേ എനിക്ക് അവധിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പോക്കാണ്. അപ്പോൾ 33 ഡിഗ്രി ഉണ്ടായിരുന്നു കേട്ടോ ചൂട്. അപ്പോൾ ഒന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ലതായിട്ട് എൻജോയ് ചെയ്തായിട്ട് തിരിച്ചു വന്നത്. അടിപൊളിയായിരുന്നു യാത്ര. യാത്ര എന്ന് പറയുന്നത് അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴുള്ള മൂന്നാർ വാഗമണൊക്കെ നമ്മൾ പോകത്തില്ല, അതുപോലത്തെ ഉള്ള വഴികളായിരുന്നു കേട്ടോ. ചുറ്റും എന്താ പറയുക, നല്ല പാടം പോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ചോളമൊക്കെ നട്ടിട്ടുണ്ടാവേ, അതൊക്കെ വലുതായി നിൽക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് ഒരു 35 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന ഉടനെ തന്നെയല്ലേ, അപ്പോൾ എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലായിരുന്നു കേട്ടോ, കുഞ്ഞൂസും ഫാമിലിയും ഉണ്ടായിരുന്നു. കുഞ്ഞൂസ് പതുക്കെ ആളുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട ആൾ പതുക്കെ പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി വെള്ളത്തിൽ കളിക്കാനായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വേഗം ഇറങ്ങി. അപ്പോൾ ചേച്ചിമാരെ വിളിച്ചിട്ട് ചേച്ചിമാർ പതുക്കെ മടിച്ചിരിക്കുകയായിരുന്നു. അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ എല്ലാവരും ഇറങ്ങി കേട്ടോ. എല്ലാവരും ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറേ നേരം നിന്നിട്ടാണ് കയറിയത്. അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കഴുത്തറ്റം വരെ വെള്ളം ഉള്ളതുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വരെയുള്ളതാണ് അവരിങ്ങനെ ഒരു റൗണ്ടൊക്കെ വെച്ചിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നെങ്കിൽ അത്യാവശ്യം സ്വിമ്മിങ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും ചെറുതിലേക്ക് സ്വിമ്മിങ്ങൊക്കെ അറിയാമായിരുന്നു. ഇപ്പം ഞാനതൊക്കെ മറന്നുപോയി. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും മുങ്ങി പോകാമെന്നല്ലാതെ വെള്ളം കുടിക്കാമെന്നല്ലാതെ ഒന്നും പറ്റുന്നൊന്നുമില്ല. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്ന അങ്ങനെ റൗണ്ട് പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഇതാണ് കേട്ടോ. അപ്പുറത്ത് ഇങ്ങനെ ചെറിയ വഞ്ചി പോലെയും ചെറുതായിട്ട് ബോട്ടിങ് പോലെയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പതുക്കെ കയറി പോകുന്നു. എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ. ഇത് വലിയൊരു ഏരിയയാണ്. ഈ ഒരു ഏരിയ മാത്രമല്ല, ഇതിപ്പോൾ ഞങ്ങൾ ഈ ഇരുന്ന ഏരിയയിൽ നിന്ന് ഞങ്ങളിപ്പോൾ അതിൻ്റെ ഈ ഇപ്പുറത്തെ സൈഡിലോട്ട് പതുക്കെ പോകുന്നു. അവിടെ നമുക്ക് ഇരുന്ന് അത്യാവശ്യം കാഴ്ചയൊക്കെ കണ്ടിരിക്കാം. അപ്പോൾ എല്ലാവരും കുറച്ചൊക്കെ മടുത്തായിരുന്നു. വെള്ളത്തിലൊക്കെ ഇറങ്ങി വന്ന് അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ഇവിടെ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാവുന്ന ചെറിയൊരു ഏരിയ ഉണ്ട്, ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ. ഇതിങ്ങനെ തിരിച്ചിട്ടൊക്കെ ഉണ്ട്, അത് മതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകത്തൊന്നുമില്ല. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ അവിടെ കണ്ടോ, റൗണ്ട് പോലെ ഇങ്ങനെ വെള്ളത്തിനകത്ത് കണ്ടോ. അതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ ഇപ്പുറത്തൊക്കെ അത്യാവശ്യം നല്ല ആഴമുണ്ട്. അങ്ങനെ കുറേ വഞ്ചിയും ബോട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്കങ്ങനെ ചെറിയൊരു ബോട്ടിങ്, ചെറിയ വഞ്ചി പോലത്തെ സംഭവം കിട്ടും കേട്ടോ. അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അത് 2 പേരും ഇങ്ങനെ തുഴഞ്ഞു പോകുന്നില്ലേ, ആ സംഭവം ഉണ്ട് കേട്ടോ അവിടെ. അത് എടുത്തിട്ട് നമുക്ക്
അതിൽ തുഴഞ്ഞു പോവാം കേട്ടോ. അപ്പം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ആ പണിക്കൊന്നും പോയിരുന്നില്ല. നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കയറി വന്നു. പിന്നെ എല്ലാവർക്കും പതിയെ വിശപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കഴിക്കാൻ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഇവിടെ കുത്തിരുന്നു. അവിടെ കുഞ്ഞൂസൊക്കെ അവിടെ കളിക്കാനൊക്കെ പോയി. അവിടെ ഊഞ്ഞാലുണ്ട്. പിന്നെ ദേ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചേച്ചിമാരും കുഞ്ഞൂസും കൂടെ അവിടെ കളിയും ബഹളമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസും ചേച്ചിയും കൂടെ അവിടെ പാർക്കിൽ കളിയാണ് കേട്ടോ. ശേഷം കുറേ നേരം അവരവിടെ നിന്ന് കളിക്കണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയൊരിതാണ്. അവൾക്ക് ദേ കണ്ടോ, ഇങ്ങനെ തന്നെ വീണ്ടും തിരിച്ചു കയറും. അപ്പുറത്തൂടെ വന്ന് കയറാനുള്ളതിൽ അത് ചേച്ചിമാർ തന്നെ കാണിച്ചു കൊടുത്താ കേട്ടോ. അവൾ വീണ്ടും ഇതും കൂടെ പിടിച്ച് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കയറി. ഇപ്പുറത്തൂടെ വന്ന് കയറത്തില്ല. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആംബുലൻസ് ആ വഴി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹെലികോപ്റ്റർ 2-3 പ്രാവശ്യം നമ്മുടെ മേലെ കൂടെ വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഒരു പ്ലെയിൻ ക്രാഷും കാര്യങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞ സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. ഇതെന്താണാവോ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓൾറെഡി കണ്ടായിരുന്നു അവിടേക്ക് ഒരു ആംബുലൻസ് വരുന്നത്. അത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴും കണ്ടായിരുന്നു. ആംബുലൻസൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു.
അത് താഴോട്ട് ഇറങ്ങാനുള്ളൊരു ഇത് നോക്കുന്നതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ തിരിച്ച് വന്നില്ലായിരുന്നു, അവിടെ ഇറങ്ങിയെന്ന് തോന്നുന്നു. എന്തോ ആക്സിഡൻ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.